ഹായ്, എല്ലാവർക്കും A to Z പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ UPSCയുടെ ഇപ്പോൾ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഏകദേശം 506ഓളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് UPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ വിവിധ സേനകളിലൊക്കെ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി UPSC CAPF സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ 2024 506ഓളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു. അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുക. വിവിധ സേനകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. നമ്മൾ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് UPSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി UPSC.online.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ BSF 186 വേക്കൻസികളുണ്ട്, CRPF 120, CISF 100, ITBP 58, SSB 42 വേക്കൻസികളുമായി മൊത്തം 506 ഒഴിവുകളാണ് ടോട്ടൽ നിലവിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് സേനയിലേക്കാണോ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി. ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രിയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് 20 വയസ്സും മാക്സിമം 25 വയസ്സും ഉള്ളവർക്ക്, പരമാവധി വയസ്സ് ജനറൽ വിഭാഗത്തിന് 25 വയസ്സാണ്. അത് പറയുന്നത് 1 ഓഗസ്റ്റ് 2024 കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് പറയുകയാണെങ്കിൽ 2 ഓഗസ്റ്റ് 1999 1 ഓഗസ്റ്റ് 2024 ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ജനറൽ വിഭാഗത്തിൻ്റെ കാര്യത്തിലാണ് അങ്ങനെ. ഇനി OBC വിഭാഗത്തിനാണെങ്കിൽ 3 വയസ്സിൻ്റെ ഏജ് ഇളവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ SC/ST വിഭാഗത്തിനാണെങ്കിൽ 5 വയസ്സിൻ്റെ ഏജ് ഇളവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണ് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ആ ഒരു പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞു. മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് ഞാൻ പറഞ്ഞു UPSC.online.nic.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴി മാക്സിമം നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ എവിടെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.